1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന പ്രതികരണവുമായി നിയമമന്ത്രി പി രാജീവ്. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് പ്രതികരണം. വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കും. കോടതി പരിശോധിക്കുന്നത് ഭരണഘടനാ വിഷയങ്ങളാണെന്നും സർക്കാർ നിലപാടറിയിക്കാൻ സമയമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും. അതാണല്ലോ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെൻറ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക. ഭരണഘടനാമായ പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, വളരെ സുപ്രധാനമായ പ്രതികരണമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ സർക്കാർ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ CPIM നിലപാട് എന്തായിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇന്നലെ പോലും MV ഗോവിന്ദൻ പറഞ്ഞത് കോടതി എന്ത് പറയുന്നു അത് നടപ്പിലാക്കാനാണ് LDF സർക്കാർ ഉണ്ടാവുക, ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന സെക്രട്ടറി നമ്മൾ കണ്ടു. പക്ഷെ ഇന്നിപ്പോൾ നിയമമന്ത്രി പി രാജീവ് പറയുന്നു വിശ്വാസ സംരക്ഷണം അതിനൊപ്പമാണ് സർക്കാർ, വിശ്വാസികൾക്കൊപ്പം നിൽക്കും, വിശ്വാസികൾക്ക് അനുകൂലമായി മാത്രമേ സർക്കാർ നിൽക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ യുവതീ പ്രവേശനത്തിൽ സർക്കാർ തീരുമാനം വരുന്നു, അല്ലെങ്കിൽ സർക്കാർ നിലപാട് വരുന്നു എന്നാണോ? പ്രജിൻ, അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്തുള്ള നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം എവിടെയും തൊടാതെയാണ് കാര്യങ്ങൾ പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹം അതിനകത്ത് 2 സൂചനകൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, വിശ്വാസികൾക്കൊപ്പം നിൽക്കുക, അപ്പൊ തന്നെ വിശ്വാസ സംരക്ഷണത്തിന് ഒപ്പം നിൽക്കുക എന്നുള്ള 2 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി വരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ യുവതികൾക്ക് പ്രവേശനത്തിനുള്ള സംവിധാനം സർക്കാർ ചെയ്തു കൊടുക്കുകയുണ്ടായി. അത് പിന്നീട് വലിയ വിവാദമാവുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സർക്കാർ പിന്നോട്ട് പോകുന്നു നമ്മൾ കണ്ടതാണ്. ആ പിന്നോട്ട് പോയ നിലപാടിൽ നിന്നൊരു മാറ്റമില്ല. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. SNDPയും NSSും പോലുള്ള സംഘടനകളും അതിന്റെ നേതാക്കളും എല്ലാം തന്നെ പ്രതികരണങ്ങളുമായി വന്നിരിക്കുന്നു. അവരെല്ലാം തന്നെ അവിടുത്തെ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിലപാട് വരുന്നത്. എന്തായാലും സർക്കാർ കൃത്യമായി തന്നെ ഇതിൽ സത്യവാങ്മൂലം കൊടുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വിധി വരുന്നതിന് മുമ്പ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, അതായത് ഇതിൽ കൃത്യമായുള്ള വിശ്വാസികളായ വലിയൊരു പണ്ഡിത സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇതിലുള്ള വിദഗ്ധരായ കുറച്ച് ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആചാരം എങ്ങനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള യുവതികൾ കയറേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ടാക്കാൻ കോടതി തയ്യാറാവണം എന്ന് അന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കോടതി അത് മുഖവിലയ്ക്ക് എടുത്തില്ല. ആ നിലപാടിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് യുവതി പ്രവേശനമാണോ എന്നുള്ള കാര്യത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം ഭരണഘടനാപരമായ കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്, ആ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു. രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ കയറേണ്ടതാണോ അതോ അവർക്ക് കയറാൻ പ്രവേശനം അനുവദിക്കാതിരിക്കണമോ എന്നുള്ള കാര്യത്തിൽ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ഒരു ഉത്തരം പറയാൻ തയ്യാറല്ല. എന്തായാലും ഭരണഘടനാപരമായ കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഇത് ഇങ്ങനെ പറയുമ്പോൾ സർക്കാർ വിശ്വാസം സംരക്ഷിക്കും, വിശ്വാസികൾക്കൊപ്പം സർക്കാർ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് അതിനെ ഏത് രീതിയിൽ കാണുന്നത്? തൊട്ട് മുൻപ് പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സർക്കാർ ഉരുണ്ടു കളിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അത് ശരിവെക്കും വിധമാണ് ഇപ്പോൾ നിയമമന്ത്രിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. കൃത്യമായ മറുപടിയില്ല, പക്ഷെ അപ്പോഴും പറയുന്നു സർക്കാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു. പക്ഷെ അതേസമയം തന്നെ പറയുന്നു കോടതി പരിഗണിക്കുക ഭരണഘടനാപരമായ മറ്റ് നിയമവശങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ഇനിയും പറയാൻ വൈകുന്നത് എന്താണ്? ഇനിയിപ്പോൾ അത്രയും സമയമില്ല. കൃത്യമായ നിലപാട് എന്താണെന്ന് അറിയിക്കാൻ കോടതി പറഞ്ഞിരിക്കുന്നു, അത് എഴുതി നൽകണമെന്നും പറഞ്ഞിരിക്കുന്നു. പ്രജിൻ, അതറിയാൻ ഒരു ഉരുണ്ടുകളി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൃത്യമായ ഒരു ആൻസർ ഇപ്പൊ പറയാൻ കഴിയില്ല. എന്നിൽ നിന്ന് അങ്ങനെ ഒരു ആൻസർ പ്രതീക്ഷിക്കേണ്ടതില്ല. ഭരണഘടനാപരമായ കാര്യങ്ങളുമായി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കോടതി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ നിലപാട് പറയേണ്ടത് ഇപ്പോഴല്ല. അതിൽ കൃത്യമായ ഒരു നിലപാട് ഞങ്ങൾക്കുണ്ട്, സർക്കാരിനുണ്ട്.
അത് കോടതി വഴിയാണ് അറിയിക്കേണ്ടത്. അതെന്തായാലും ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴും നമ്മൾ എടുത്തു ചോദിക്കുന്നത് ആ നിലപാട് എന്താണ്? യുവതികൾ ഇപ്പോഴും ശബരിമലയിൽ യുവതി പ്രവേശനം ആവശ്യമാണോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആവശ്യമല്ലേ? ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിൽ എത്തിച്ചേരാൻ സർക്കാരിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തന്നെ നമുക്കറിയാം, സർക്കാർ ആ വിശ്വാസികൾക്കൊപ്പം എന്നുള്ള രീതിയിലേക്ക് പിന്നോക്കം പോകുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് യഥാർത്ഥത്തിൽ പി രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.